കേരള ക്രിക്കറ്റ് ലീഗ് നമുക്ക് നൽകുന്ന താരനിര ചെറുതല്ല. പ്രത്യേകിച്ച് ഇത്തവണ ഓൾറൗണ്ട് മികവ് കൊണ്ട്, ഇത്തവണ എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണയും ഓൾറൗണ്ട് മികവ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ച താരമാണ് അഖിൽ സ്കറിയ. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ 25 വിക്കറ്റുകൾ, 242 റൺസ്. അത് കഴിഞ്ഞ സീസണിലും അതേപടി തുടർന്ന ഒരു താരമാണ്. അപ്പോൾ എനിക്കൊപ്പം കാലിക്കറ്റിന്റെ കോച്ച് ഫിറോസ് റഷീദൊപ്പം അഖിൽ സ്കറിയ കൂടി ചെയ്യുകയാണ്. ഞാൻ ആദ്യം കോച്ചിനോട് ചോദിക്കാം. കോച്ച്, അഖിൽ സ്കറിയ ടീമിന്റെ ഒരു ഭാഗ്യമാണ്. ഉറപ്പായിട്ടും ഇന്നല്ല, ഞാൻ കോച്ചായിട്ടിരിക്കുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ കൂടെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. 2018-19 സീസൺ അണ്ടർ-22 കോച്ചായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പൊ അന്ന് മുതലേ വിശ്വാസമുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ ഈ ശരീരത്തിന് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് മാത്രമേ സംശയം ഉണ്ടായിട്ടുള്ളൂ. മുതൽ അസാധ്യമായ ബൗളറാണ്, ഭയങ്കര ഡെഡിക്കേഷനാണ്. മാത്രമല്ല വലിയ ചണ്ടം അഖിലിന്റെ തലയിൽ ആ പർപ്പിൾ ക്യാപ്പ് ഊരാതെ ഉണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ട്, കാരണം ഇങ്ങനെ തലയിലിരിക്കുന്ന ആ ബ്രെയിൻ തന്നെയാണ് ആ ക്യാപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഉറവിടം എന്ന് പറയാം. കാരണം അത്രത്തോളം ആലോചിച്ചും ഗെയിമിനെ കുറിച്ച് സകല ഏരിയാസും ചിന്തിച്ചും എങ്ങനെ പോകണം എന്ന്, അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി തന്നെ നമുക്കൊരു വിക്കറ്റോ അവിടെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിരിക്കും. അത് കളിയുടെ ഒരു തിരിച്ചു കൊണ്ടുവരലായിരിക്കും. അത് ശരിക്കും ഒരുപാട് വർഷമായിട്ട് അറിയാലോ അഖിലിനെ. ഉറപ്പായിട്ടും അഖിൽ വന്ന വഴികളും കനൽ വഴികളും ഒക്കെ അറിയാം. അറിയാം, അതെ ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ കോച്ചായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ സെലക്ടറായിട്ടും അക്കാഡമി സെലക്ടർ അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് പ്ലേസ് ഇന്ന് കളിക്കുന്ന ഒരുപാട് പ്ലേസ് ഒരു അറൗണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു 27, 28, 29, കാരണം 7ാം ക്ലാസ് മുതലുള്ള അക്കാഡമി എല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഓവറോൾ എനിക്ക് ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്നും ഓരോരുത്തരും മനസ്സെന്താണെന്നും അന്നത്തെ കാലത്ത് ഇവരൊക്കെ എന്താ ചെയ്തിരുന്നതെന്നും കൂടെ എനിക്കറിയാം. ഓവറോൾ എനിക്ക് കേരള ക്രിക്കറ്റിന്റെ എല്ലാ വശങ്ങളും കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഇവരായിട്ട് ഞാൻ കളിച്ചിട്ടുമുണ്ട്. എൻ്റെ ഒരു ഏജിൽ ഇവരായിട്ട് ഒരു മാച്ചും കളിച്ചിട്ടുണ്ട്, ഒരു 50ാം വയസ്സിൽ അഗേൻസ്റ്റ് യങ്സ്റ്റർ ആയിട്ട്. കാരണം അണ്ടർ-22 ടീമിൽ കളിക്കുന്നത് 3-4 പേരുണ്ടായിരുന്നു. ബേസിൽ MP, അഖിൽ സ്കറിയ, പിന്നെ 2 പേരും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ എനിക്കറിയാം ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് ആലോചിക്കാറുണ്ട്. അഖിലോട് സംസാരിക്കാം. അഖിൽ, കോച്ച് വലിയ സന്തോഷത്തിൽ, കോച്ച് മാത്രമല്ല കാലിക്കറ്റിന്റെ കളി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അഖിൽ സ്കറിയ എന്ന് പറയുന്ന താരത്തിന്റെ ഒരു ഡെഡിക്കേഷൻ, അങ്ങനെ സിൻസിയർ ആയിട്ട് ഗ്രൗണ്ടിൽ പെരുമാറുന്ന ഞാൻ കാണുന്നു. എന്താണ് അതിന്റെ ഒരു രഹസ്യം? അതിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നമ്മൾ വർഷങ്ങളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമുക്കത് ഏറ്റവും നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റുക. അപ്പം അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് വേസ്റ്റ് ആക്കരുതെന്നുള്ളൊരു സംഭവം മനസ്സിലെപ്പോഴുണ്ട്. അപ്പം അത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ് ഈ ഡെഡിക്കേഷൻ ഗ്രൗണ്ടിൽ കാണുന്ന സംഭവമൊക്കെ. അപ്പം ഒരുപാട് സന്തോഷം. അത് ടീമിൽ എന്നെ അത്ര വിശ്വസിക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലാണേലും ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിംഗ് ആണേലും എന്നെ വിശ്വസിച്ച് ഒരു സ്ഥലത്ത് നിർത്തുമ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ അങ്ങനെ ഇത്രയും ടീം നമ്മളെ വിശ്വസിക്കുമ്പം നമുക്ക് പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അഖിലിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചാണ്. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അഖിലിന് അതിനേക്കാൾ കൂടുതലുണ്ട്. നമ്മൾ അഖിലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന ആ പ്രയാസങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം ഒരു കരുത്താവുന്നത്, ഒരു മുതൽക്കൂട്ടാവുന്നത്. അതെ, എല്ലാവരെ പോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്തും നമ്മൾ എന്താ മനസ്സിനുള്ളൊരു ധൈര്യമുണ്ട്. നമ്മൾ എന്ത് ഒരു സിറ്റുവേഷൻ വന്നാലും അത് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. നമ്മൾ മുമ്പോട്ട് പോകുമ്പം ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് വരും. അത് ക്രിക്കറ്റിൽ മാത്രമല്ല, ലൈഫിലാണെങ്കിലും. അപ്പം ആ ഇനിഷ്യൽ സ്റ്റേജിലെ സ്ട്രഗിൾ ഈ ക്രിക്കറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു ലൈക്ക് ഇന്നത്തെ പോലെ ഒരു ബാഡ് ഡേറ്റ് ഓഫീസ് വരുമ്പോൾ നമുക്ക് തിരിച്ചു വരാനുള്ളൊരു മോട്ടിവേഷൻ എപ്പോഴും എന്താ പറയുക, ആ ഇനീഷ്യൽ ഉണ്ടായിരുന്ന സ്ട്രഗിളിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മനോധൈര്യം എനിക്ക് അത് ക്രിക്കറ്റിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ IPL ഈ സീസൺ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ അഖിലിന് വലിയ ആരാധകരുണ്ട്. അഖിലിന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ ചില്ലറ ആരാധകർ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അഖിലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അഖില് തന്നെ പറയട്ടെ, എന്താണ് സ്പെഷ്യൽ ഡേ? ഇന്ന് ആരൊക്കെയാ കളി കാണാൻ വന്നിരുന്നത്? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ കൊച്ചാണ്. സ്നേഹ എന്നാണ് പേര്. ഇത് ഫാമിലിയാണ്. അച്ഛനാണ് അവളുടെ, ഇത് കസിനാണ്. കുറച്ച് പേരുണ്ട്. അമ്മ, ചേട്ടൻ, ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അവരൊക്കെ ഇത്ര എഫേർട്ട് ഇട്ട് കളി കാണാൻ വരുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം. എനിക്ക് അവരുടെ മുമ്പിൽ അങ്ങനെ എന്നും ചെയ്യുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അവർ ഇത്ര എഫേർട്ട് എടുത്ത് ഇവിടെ വരുമ്പോൾ ഒരുപാട് സന്തോഷം. അഖിലിന്റെ പ്രതിശ്രുത വധുവാണ് സ്നേഹ. ഇവിടെ തൃശ്ശൂരാണോ? എവിടെ സ്ഥലം? തൃശ്ശൂരാണ്. ഓക്കെ,
അപ്പം അഖിൽസ്ക്കറിയാം ടി വി സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളായിരിക്കും ഭയങ്കര സന്തോഷം തോന്നിയോ? വളരെ സന്തോഷം. എനിക്കറിയാം കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന്. റിസൾട്ട് കാണുമ്പോൾ വളരെ സന്തോഷം. നിങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഞങ്ങളൊരു കോളേജിലായിരുന്നു. ഏത് കോളേജിലാണ് പഠിച്ചത്? സെന്റ് പോൾസ് കോളേജ്, കളമശ്ശേരി. കളമശ്ശേരി സെന്റ് പോൾസിലാണ്. അതെ. കളമശ്ശേരി സെന്റ് പോൾസിൽ ഒരു ഗംഭീര ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്. ഉണ്ടുണ്ട്. അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവിടെ യൂണിവേഴ്സിറ്റി മാച്ചസ് ഒക്കെ അവിടെ കളിക്കാറുണ്ട്. അപ്പം അത് സ്പെഷ്യലാണ് ആ ഗ്രൗണ്ട്. ഒരുപാട് മെമ്മറീസ് ഉണ്ട് ആ ഗ്രൗണ്ടിൽ കളിച്ചതിൻ്റെയും പ്രാക്ടീസ് ചെയ്തതിൻ്റെയും. ഈവൻ കോളേജ് ലൈഫ് ആണെങ്കിലും അവിടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് ക്രിക്കറ്റ് കളിച്ചതിൻ്റെ തന്നെ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അഖില് വളരെ ഹാർഡ് വർക്ക് ചെയ്യായിരുന്നോ? ഈ ക്രിക്കറ്റിലേക്ക് തന്നെ വരണം എന്നുള്ളൊരു എനിക്കറിയായിരുന്നു പണ്ട് തൊട്ടേ. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. കുറെ നാളത്തെ ഹാർഡ് വർക്കാണ് ഇപ്പൊ കാണുന്ന റിസൾട്ട്സ്. വിവാഹം എന്നാണ്? മിക്കവാറും ഏപ്രിലായിരിക്കണം. ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് ആ ഒരു സമയമായി. IPL സീസൺ നോക്കി കല്യാണം വെക്കണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം IPLന്റെ റഡാറിൽ അഖിൽസ്ക്കറിയയുടെ പേരുണ്ട് എന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം ഇവിടെ വരുന്ന IPL ഫ്രാഞ്ചൈസികളുടെ ആളുകളുടെ കണ്ണുടക്കുന്ന താരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊന്ന് അഖിൽസ്ക്കറിയ തന്നെയാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് നമ്മള് ശരിയാണ്, പെർഫോം ചെയ്യുമ്പം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉടനെ വരും എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അതൊക്കെ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് അതിന്റെ സമയം പോലെ വരും അല്ലെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കോഴിക്കോടിന്റെ ഒരു പ്രധാനപ്പെട്ട താരം. കോഴിക്കോട് പോയിട്ടുണ്ടോ ഇതിനു മുൻപ്? കോഴിക്കോട് 1-2 പ്രാവശ്യം ഇവിടെ വർക്ക് ചെയ്തപ്പോൾ പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ പോയിട്ടില്ല. കേൾക്കുന്നുണ്ടോ? അല്ലാതെ അങ്ങനെ കോഴിക്കോട് പോയിട്ടില്ല. പക്ഷേ കോഴിക്കോട് ഇപ്പം എന്താ പറയാ, ഇടുക്കിയിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിലും കോഴിക്കോട് ടീമിലുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പം എനിക്കൊന്നൊരു 7-8 വർഷമായിട്ട് എനിക്ക് അവരെ നല്ലപോലെ അറിയാം. അപ്പോൾ അവരുടെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷത്തിൻ്റെയും കൂടെ ഒരു റിസൾട്ടാണ് എൻ്റെ പെർഫോമൻസ്. കാരണം അത്രയും കംഫർട്ട് സോണാണ് അവരുടെ കൂടെ ടീമിൽ കളിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കൂടെ ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യുമ്പോഴും ഈവൻ റൂം ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോണൊക്കെ നമ്മുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും ഗ്രൗണ്ടിൽ. ഇപ്പോൾ നമ്മളൊരു അത്രയും നല്ല എൻവയോൺമെൻറ്റിൽ കളിക്കുമ്പോൾ നമുക്ക് അത്രയും പെർഫോമൻസ് നമ്മളെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷവും ഇവിടെ തന്നെ കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും അഖിലിനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷങ്ങളുടെ ഒരു സമയം കൂടിയാണ്. ഒന്ന്, KCL തിളങ്ങി നിൽക്കുന്ന ഒരു സീസൺ കടന്നു പോകുന്നു, ഒപ്പം ആഗ്രഹിച്ച ഒരു വിവാഹവും, അല്ലെ? അതെ. ഓക്കെ, എന്തായാലും താങ്ക് യു. ദൂരെ നിന്ന് കളി കാണാൻ വന്നതിന്. ഞങ്ങള് ഇതിന് തൊട്ട് മുൻപ് പറയായിരുന്നു, ഈ വിരാട് കോഹ്ലിയുടെ കളി കാണാൻ അനുഷ്ക വരുമ്പം കോഹ്ലിക്ക് ഒരു ചെറിയ പ്രഷർ ഉണ്ടാകും. ഇന്ന് ഞങ്ങൾ അഖിൽസ്ക്കറിയലിന് കൂടുതൽ വിക്കറ്റുകൾ പ്രതീക്ഷിച്ചു, പക്ഷെ വിക്കറ്റ് വന്നില്ല. സ്നേഹ വന്നിരുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന്? ഇല്ല, ആ ടെൻഷൻ ഇല്ല. പക്ഷേ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയാ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് എല്ലാ മാച്ചും വിക്കറ്റ് കിട്ടുന്നു. പക്ഷെ അത് ഇന്ന് എന്റെ ബാഡ് ഡേറ്റ് ഓഫീസായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. നാളെ നല്ല പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും അതാണ് അഖിൽസ്ക്കറിയ. ഞാൻ ഓരോ മത്സരം കഴിയുമ്പോഴും എനിക്ക് തളരാൻ പറ്റില്ല എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് അഖിൽസ്ക്കറിയ ഈ സീസണിലും. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.